മാറാരോഗങ്ങൾക്ക് ആയുഷിലൂടെ പ്രതിരോധമൊരുക്കി ദുബായ്. ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കി നടത്തുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കും ദുബായിൽ തുടക്കം കുറിച്ചു. മഹാമേളയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ കുറിച്ചറിയാൻ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ എത്തിയാൽ മതി. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കും ദുബായിൽ തുടക്കമായി. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കി നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, കേന്ദ്ര ആയുഷ് മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിശ്വജിത് കുമാർ സിംഗ്, ദുബായ് ഹെൽത്ത് അതോറിറ്റി ഹെൽത്ത് റെഗുലേഷൻ സിഇഒ ഡോക്ടർ മർവാൻ അൽമുല്ല, സയൻസിന്റെ ഫോറം ഭാരവാഹികളായ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ഡോക്ടർ ശ്യാം വി എൽ, ക്ലെയിൻഡിയൻസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജോസഫ് ക്ലെയിൻഡിയസ്റ്റ്, വിജ്ഞാൻ ഭാരതി പ്രസിഡന്റ് ഡോക്ടർ ശേഖർ സി മണ്ഡെ, വിജ്ഞാൻ ഭാരതി ഉപദേശകൻ ഡോക്ടർ സുനിൽ അംബേദ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആയുർവേദ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഗൾഫ് മേഖലയിലും അതോടൊപ്പം ഈ പരിസരമുള്ള വിവിധ രാജ്യങ്ങളിലും ഒക്കെ ആയുർവേദ മേഖലയ്ക്ക് വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആയുഷ് മേഖലയിൽ നിന്നുള്ള ആരോഗ്യ പ്രദർശനങ്ങൾക്കായി 100-ലധികം സ്റ്റാളുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ആദ്യ ദിനം തന്നെ സ്റ്റാളുകളിലേക്ക് ഒഴുകിയെത്തിയത്. ആയുഷിൻ്റെ ഒരു സെക്കൻഡ് ഹബ്ബാണെന്ന് തന്നെയാണ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ കഴിഞ്ഞെന്നാൽ ആയുഷ് സിസ്റ്റത്തിൻ്റെ ഒരു ഹബ്ബാണ്, സെക്കൻഡ് ഹബ്ബാണ്. നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികളായാലും ഇവിടുത്തെ മീഡിയാസ് ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ എൻവിറോൺമെൻറ്റും നമ്മുടെ ആയുഷ് ഹെൽത്ത് സിസ്റ്റത്തിനെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഹല്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെക്കേഡ്സ് ഓഫ് ഹിസ്റ്ററി ലെഗസി തന്നെയുണ്ട് നമുക്ക് അഹല്യയിൽ. നമ്മുടെ ഓണറബിൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി എസ് ഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഡ്രീമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ നേതൃത്വം നൽകുന്ന 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ പ്രതിനിധികൾ 3 ദിവസങ്ങളിൽ സമ്മേളനത്തിന്റെ ഭാഗമാകും. പ്രദർശനം 3 ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനത്തിലൂടെ ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.